ദിവസത്തിന്റെ സായാഹ്നത്തിൽ വീട്ടിൽ വിശ്രമിക്കേണ്ടതിന് പകരം രാത്രി കൊതുകുകടിയും കൊണ്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന കാവൽ നിൽക്കുന്ന ഈ വൃദ്ധന്മാരായ ആളുകളോട് അവരുടെ ജീവിതത്തിന്റെ ഉള്ളറകൾ ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ ചോദിച്ചാൽ കരഞ്ഞുകൊണ്ട് അവർ പറയും, മക്കളും ഭാര്യയും തരുന്ന അവഗണനയുടെയും അപമാനത്തിന്റെയും കഥകൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ശതമാനം ആളുകളും ഈ വാച്ച്മാൻ പണിയൊക്കെ എടുക്കുന്നത്. ഈ കാവൽക്കാരൻ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്നലകളിൽ അവർ ചെയ്തു കൊടുത്തതെല്ലാം മക്കൾ മറന്നുപോയിരിക്കുന്നു, ഭാര്യ മറന്നുപോയിരിക്കുന്നു. പല ഉപ്പമാർക്കും ചിരിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല, കൊഞ്ചാനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഉമ്മയും മക്കളും അടുക്കളയിൽ ഇരുന്ന് നാട്ടുവർത്താനം പറയുമ്പോ ഉപ്പ അതിൽ നിന്ന് പുറത്തായിരുന്നു. കാരണം ആ മനുഷ്യന്റെ രണ്ട് തോളിലും വലിയ ഭാരമുണ്ടായിരുന്നു. വീടിന്റെ ഭാരം, വാഹനത്തിന്റെ ഭാരം, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാരം, മകളുടെ വിവാഹത്തിന്റെ ഭാരം. ഈ ഭാരങ്ങൾക്കിടയിൽ ഭാരം ചുമന്ന് ഞെരിഞ്ഞമറിയുമ്പോ ആ മനുഷ്യൻ ചിരിക്കാൻ മറന്നുപോയി, കൊഞ്ചാൻ മറന്നുപോയി, കൂടെ കളിക്കാൻ മറന്നുപോയി. അതിന്റെ വിലയാണ് രാത്രി പകലന്തിയോളം രാത്രിയും രാവിലെയും സ്ഥാപനങ്ങൾക്ക് പുറത്ത് കാവൽക്കാരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഉമ്മമാരെക്കാൾ കൂടുതൽ അവഗണനകൾ നേരിടുന്നത് ഉപ്പമാരാണ്. പ്രിയപ്പെട്ടവരെ, കടുത്ത അവഗണന, വല്ലാത്ത അവഗണന. ഉപ്പയുടെ വില എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പരാതി പറയാണ്. എന്താണ് പരാതി എന്നറിയോ? റസൂൽ, എന്റെ ഉപ്പ എന്റെ സമ്പത്തൊക്കെ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ ഉപ്പാക്ക് എന്റെ സമ്പത്തിലൊക്കെ ഒരു കണ്ണുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊരാൾ വന്നിട്ട് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു, പ്രവാചകന്റെ മുഖം ചുവന്നു. അള്ളാന്റെ റസൂല് ആ മനുഷ്യനോട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ ഉപ്പാനെയും കൂട്ടിയിട്ട് വാ, നിന്റെ വാപ്പാനെയും കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി, വീട്ടിൽ പോയി വാപ്പാനെയും വിളിച്ചു വന്നു. പ്രവാചകൻ അപ്പോഴും കോപിഷ്ഠനാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖം അപ്പോഴും വിവർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അൻത വമാലുക ലിഅബീക്, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ്. ഇമാതിരി പരാതിയായിട്ട് ഇനി വഴിക്ക് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഉപ്പയെക്കുറിച്ച് ഒരാൾ എന്റെ അവകാശം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ ദേഷ്യം പിടിക്കുകയാണ് ചെയ്തത്. നോക്ക് നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ സഹാബികളിൽ പലരും വീടിന്റെ താഴത്തെ നിലയിൽ ഉപ്പ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മുകളിലത്തെ നിലയിലൂടെ നടക്കുമായിരുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താ? കോലായിൽ ആ പാവം മനുഷ്യൻ ഇരിക്കുന്നുണ്ടാവും, വീട്ടിൽ കയറി പോകുന്നുണ്ട്, കയറി വരുന്നുണ്ട്, ഒന്നും അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ പദ്ധതികൾ നാം ഇട്ടുകഴിഞ്ഞു, നടത്തി കഴിഞ്ഞു, ഉപ്പൊന്നും അറിയില്ല. അറിയിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ ഒരു ശല്യമായി